ചെറിയ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് NDA സ്പെഷ്യൽ ക്ലാസ് ആണ്. നിങ്ങൾ NDA പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒത്തിരി ടോപ്പിക്സുകൾ എക്സാമിന് വരും. പഠിച്ചതേ ശരിയായിട്ട് പഠിക്കുന്നില്ല, പിന്നെയാണ് പഠിക്കാത്ത ടോപ്പിക്സ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതോടെ ചേരുന്നതാണ് എൻട്രൻസ് NDAയുടേത്. നമ്മുടെ കീവിന് എഴുതുന്ന പോലെയല്ല, കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ ഇതിനോടൊപ്പം ഉണ്ടാവും. അപ്പോൾ അതുകൂടെ പഠിക്കണം. പിന്നെ ഫസ്റ്റ് ഇയറിലെ നമ്മൾ കുറേ ടോപ്പിക്സുകളും കൃത്യമായിട്ട് പഠിക്കാറില്ല, കൂടുതൽ നമ്മൾ സെക്കൻഡ് ഇയറിലെയാണ്. കാരണം അതാണ് പരിചയം വെച്ചുകൊണ്ട് എല്ലാവരും അതാണ് പഠിക്കുന്നത്. പക്ഷേ NDA എക്സാം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, വെയിറ്റേജ് ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെൻ്റെ ഈ ചോദ്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സർക്കിൾസിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ നമുക്ക് കൂടുതൽ അറിയാൻ വയ്യാത്തതുമാണ്, പക്ഷേ എക്സാമിന് ഉറപ്പായിട്ട് വരുന്നതുമാണ്. ഓക്കെ, നല്ലതുപോലെ പഠിച്ചോണം. മാക്സിമം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ ഉറപ്പാണ്, അതുകൊണ്ടാണ് തരുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സർക്കിൾസ് x² + y² + 4x + 6y + 3 = 0 ആൻഡ് 2 × x² + y² + 6x + 4y + c = 0 cuts orthogonally, then c = dash. Cuts orthogonally. What is meant by orthogonally? Orthogonally means perpendicular എന്നാണ് കേട്ടോ. രണ്ട് ലൈൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പെർപെൻഡിക്കുലർ, പക്ഷേ രണ്ട് സർക്കിൾസുകൾ പെർപെൻഡിക്കുലർ ആവുമെന്ന് പറയാൻ അതെന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ രണ്ട് സർക്കിൾസുകൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടെ വരയ്ക്കുന്ന ടാൻജൻസുകൾ തമ്മിൽ ഇങ്ങനെ 90 ആവുമ്പോഴാണ് ആ രണ്ട് സർക്കിൾസുകൾ കട്ട്സ് ഓർത്തോഗണലി എന്ന് പറയുന്നത്. അല്ലാതെ രണ്ട് സർക്കിൾസുകൾ വളഞ്ഞതില്ലേ, അതെങ്ങനെ പെർപെൻഡിക്കുലർ ആവുക? അപ്പോൾ പെർപെൻഡിക്കുലർ എന്നുള്ള മീനിങ് തന്നെയാണ്, പക്ഷേ എങ്ങനെയാണ് ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടെ വരയ്ക്കുന്ന ടാൻജൻസുകൾ തമ്മിലുള്ള ആംഗിൾ 90 ആവുമ്പോഴാണ് ഓർത്തോഗണൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ കണ്ടീഷനാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ സിയുടെ വാല്യൂ എത്ര ആയിരിക്കും? അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ നമുക്ക് അങ്ങോട്ട് എഴുതാം. 2 circles cuts orthogonally, then G1 × G2 + F1 × F2 = C1 + C2/2. ഇതാണ് കണ്ടീഷൻ. രണ്ട് സർക്കിൾസുകൾ ഓർത്തോഗണലായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഇവിടുത്തെ G1, G2, F1, F2 ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഫസ്റ്റ് സർക്കിളിനുള്ളിൽ നിന്നും കിട്ടുന്നതാണ് G1ഉം F1ഉം. സെക്കൻഡ് സർക്കിളിൽ നിന്നും കിട്ടുന്നതാണ് G2 ആൻഡ് F2. ഇനി C1 അതുപോലെ കിട്ടുന്നത് ഫസ്റ്റ് സർക്കിളിലുള്ളതാണ് C1 കോൺസ്റ്റൻറ്റ്, സെക്കൻഡ് സർക്കിളിലുള്ളതാണ് എന്താണ് C2. ഓക്കെ, കോൺസ്റ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ G1, F1, G2, F2, C1, C2. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് എഴുതാം. G1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സർക്കിളിലെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എത്ര? 4 അല്ലേ, അതിൻ്റെ പകുതി 2. ഓക്കെ. F1 എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതി, അതായത് 6 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്ര? 3. അപ്പോൾ അത് രണ്ടും കിട്ടി. ഇനി G2 സെക്കൻഡ് സർക്കിളിൽ നിന്നാണ്. ഇവിടെ സെക്കൻഡ് സർക്കിൾ ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഫോം അല്ല, കണ്ട 2 × x² + y², അത് പറ്റില്ല. വെറും x² + y² ആയിരിക്കണം. വെറും x², വെറും y², അതിൻ്റെ കൂടെ നമ്പർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഈ 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാവരും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെറും x² + y² ആക്കണം. അപ്പോൾ ഞാൻ ഇതിനെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ഇവിടെ എഴുതാം. അപ്പോൾ ഇതുകൊണ്ട് ഈ ടൈമിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 അങ്ങ് പോയിക്കൊണ്ട് x² + y² ആയി. 6x എന്നുള്ളത് എത്രയായി? 3x ആയി. 4y എന്നുള്ളത് 2y ആയി. കോൺസ്റ്റൻ്റ് എത്രയായി? C/2 ഈക്വൽ എത്രയായി? 0. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എഴുതാം. G2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷനിലെ എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതി, ഇവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 3/2. F2 എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 2 ആണ്, അതിൻ്റെ പകുതി എത്ര? 1. ഓക്കെ, ഓക്കെ ആണല്ലോ. സെക്കൻഡ് ഇക്വേഷൻ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ അകത്തുനിന്നാണ് എടുക്കുന്നത്. നെക്സ്റ്റ് C1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ എത്രയാണ്? അത് 3 ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ. C2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷനിലെ കോൺസ്റ്റൻ്റ് എത്ര? C/2. ഞാനിത് C/2. ഇത്രയൊക്കെ നല്ലപോലെ ചെയ്യാൻ നല്ല കൃത്യമായിരിക്കണം. നമുക്ക് കൺഫ്യൂഷനോ സ്പീഡ് കുറവോ ഒന്നും വന്നാൽ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടുത്ത വർഷത്തേക്ക് ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ക്ലാസ്, നോട്ട്സ് എല്ലാം തന്നുകൊണ്ടുള്ള ക്ലാസ് കിട്ടും. അടിപൊളിയായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ ഇക്വേഷൻ ബുക്കിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വീട്ടിലോട്ട് അയച്ചു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടോട്ട് ഞാൻ കൊടുക്കാൻ പോകണം. ശ്രദ്ധിച്ച് നോക്കണം. G1 × G2 എന്ന് പറഞ്ഞാൽ 2 × ആരാണ്? 3/2. ഓക്കെ, പ്ലസ് F1 × F2 മീൻസ് 3 × 1 ഈക്വൽ ടു C1. C1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 + C2 എന്ന് പറഞ്ഞാൽ C/2 ആണ് /2. ഓക്കെ ആണല്ലോ. ഇനി എളുപ്പമാണ്. ഈ 2 ക്യാൻസലായി. 3 + 3 ആൻസർ എത്രയായി? 6 ആയി.
ദാറ്റ് ഈസ് 6 ഈസ് ഈക്വൽ ടു 3 പ്ലസ് സി ബൈ 2/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 6 എത്ര മോനെ? 12 ഈസ് ഈക്വൽ ടു 3 പ്ലസ് സി ബൈ 2. 3 ഇപ്പുറത്ത് വരുമ്പോൾ 12 മൈനസ് 3, ആൻസർ ഈസ് 9. സി ബൈ 2 ഈക്വൽ 9 ആവും. 12 മൈനസ് എത്രയാണ്? 9. ഓർ 9 ഈക്വൽ ടു സി ബൈ 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഈക്വൽ എത്ര കിട്ടും മോനെ? 18. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ എത്ര കിട്ടി? 18. നല്ല ഫാസ്റ്റ് ആയിരിക്കണം, നല്ല ശ്രദ്ധ വേണം. എങ്ങുമേ നഷ്ടപ്പെടൽ ഒരു ചെറിയ കാര്യം പോലും, നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇപ്പം ഞാനൊരു മോഡലേ ചെയ്തുള്ളൂ. ഇങ്ങനെ പ്രോബ്ലംസുകൾ കുറേ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇത്തിരി പഠിച്ചുകൊണ്ട് പോയിട്ട് കിട്ടുന്നതാട്ടെ എന്നുള്ള രീതിയിൽ കൂടെ ഒന്നും ഒരിക്കലും ഇത് കിട്ടത്തില്ല കേട്ടോ. ഇത് പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല എഴുതുന്നത്, ഓൾ ഇന്ത്യയാണ്, ഒത്തിരി കുട്ടികൾ എഴുതുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കാൻ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കുട്ടി പ്രോബ്ലങ്ങൾ നിർത്തുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ, ഇതൊരു പ്രയോജനമുള്ളതാണെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് കണ്ടിട്ടില്ല, ഇതൊക്കെ ആവശ്യമുള്ള തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.